നമസ്കാരം കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തേന്ന് പറഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഒരു നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു സാധനമാണ്. ഞാനും എന്ത് ചെയ്തു, ഒരു എയർ ഫ്രഷ്നർ വാങ്ങി. അപ്പോൾ നമുക്കറിയാം എയർ ഫ്രഷ്നർ എന്ന് പറഞ്ഞാൽ എന്താ ഇപ്പോൾ വലിയ കാര്യമല്ലേ, നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇങ്ങനെ ഒരു എയർ ഫ്രഷ്നർ നമ്മളിങ്ങനെ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ എയർ സ്പ്രേ ചെയ്തിട്ട് റൂം മൊത്തം ഫ്രഷ്നെസ് ആവും. പക്ഷേ ഞാൻ വിചാരിച്ചു ഇങ്ങനെ സാധാരണ എയർ ഫ്രഷ്നർ വാങ്ങുന്നതിന് പകരം കുറച്ചും കൂടി ഒരു ഡിഫറെൻ്റ് ആയിട്ടൊരു എയർ ഫ്രഷ്നർ വാങ്ങിയാലെന്ന്. അങ്ങനെ നോക്കുമ്പോഴാണ് ഈ സംഭവം കണ്ടത്. അപ്പോൾ ഇതിന് 3 പാർട്സാണുള്ളത്. ഇത് കണ്ടിട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? അപ്പം കുറേ പേർക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? അതെ, ഇതൊരു ഓട്ടോമാറ്റിക് സ്പ്രേയറാണ്, അതായത് ഓട്ടോമാറ്റിക് റൂം സ്പ്രേയർ. അപ്പം ഞാൻ ഏതായാലും റൂം ഒന്ന് ഫ്രഷ് ആക്കാമെന്ന് വിചാരിച്ചിട്ട് വാങ്ങിയതാണ്. ഇത് സിമ്പിളായിട്ടുള്ള പരിപാടിയാണ്. അതായത് ഇതാണ് അതിൻ്റെ ബോട്ടമായിട്ടുള്ള സാധനം. ഇതിനെ നടുക്കായിട്ട് നമ്മൾ നമ്മുടെ സ്പ്രേ ബോട്ടിലിടുന്നു. അതിനുശേഷം ഇതിൻ്റെ ടോപ്പായിട്ടുള്ള സംഭവം. അപ്പോൾ ഈ ടോപ്പ് പാർട്ട് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഇതെങ്ങനെ സ്പ്രേ ചെയ്യുന്നല്ലേ, ഇവിടെ സ്പ്രേ ചെയ്യാൻ ബട്ടണൊന്നുമില്ല. അപ്പം വളരെ സിമ്പിളായിട്ട് ഒരു കാര്യം ചെയ്താൽ മതി. ഇതിൻ്റെ കവറ് വരിക, അതിന് ശേഷം നമ്മുടെ ക്ലോക്കിലേക്ക് ഇടുന്ന പോലത്തെ AA ബാറ്ററി ഇല്ലേ, ആ ബാറ്ററി എടുത്തിട്ട് ഇടുക. സംഭവം റെഡിയാണ്. ഇനി ഇത് സ്പ്രേ ചെയ്യുന്ന ഒന്നുമില്ലല്ലോ, എന്നാൽ കണ്ടോ, 2 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. 2 മിനിറ്റ് വേണ്ട, ഒരു 10 സെക്കൻഡ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. സംഭവം ഒന്നും ആവുന്നില്ലല്ലോ, കണ്ട, ഇതാണ് സംഭവം. പിന്നെ ഗുഡ് ആൻസ് എന്തെങ്കിലും മനസ്സിലായോ? ഒന്നുമില്ല, ഈ ബാറ്ററി ഇട്ടില്ല അല്ലേ, ഈ ബാറ്ററിയും അതിൻ്റെ ഉള്ളൊരു കുഞ്ഞി മോട്ടറുമാണ് ഇതിൻ്റെ ഫുള്ള് പരിപാടി നടത്തുന്നത്. അതായത് ഇതിവിടെ ഇപ്പോൾ നമ്മുടെ ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ സംഭവമുണ്ട്. അതായത് ഇതിപ്പം ചെറിയൊരു നമ്മുടെ ഫോണിലൊക്കെ കാണിക്കുന്ന സിഗ്നൽ കാണിക്കുന്ന പോലെ, അതായത് ഇത് ഏറ്റവും ചെറുത്, പിന്നെ അതിന് ശേഷം അങ്ങനെ ഏറ്റവും ഹയസ്റ്റ്. അപ്പോൾ ഏറ്റവും ഹയസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഫ്രീക്വൻസി, സ്പ്രേ ചെയ്യുന്ന ഫ്രീക്വൻസി ഏറ്റവും, അതായത് ഇപ്പോൾ ഒരു 10 സെക്കൻഡ് കഴിഞ്ഞിട്ട് 10 സെക്കൻഡ് കഴിഞ്ഞിട്ട് ഇത് ആകുമ്പോൾ 1 മിനിറ്റിൽ സ്പ്രേ. അപ്പോൾ നമുക്ക് എത്രയാണോ റൂമിൽ നമ്മുടെ ഫ്രഷ്നെസ് നിൽക്കേണ്ടത് അതനുസരിച്ച് സംഭവം റെഡിയാക്കുക. ഏതായാലും സംഭവം സിമ്പിളായിട്ടുള്ള ഒരു ഫംഗ്ഷനാണ്. അതായത് ഒരു മോട്ടർ, അതിൻ്റെ അടുത്ത് തന്നെ ആയിട്ട് ഒരു ഗിയർ പോലത്തെ ഒരു സംഭവം. ആ സംഭവം താഴുമ്പം നമ്മുടെ കൈ കൊണ്ട് അമർത്തുന്നതിന് പകരം മെഷീൻ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുന്നു. അതിൻ്റെ ഫ്രീക്വൻസി നമ്മുടെ ക്ലോക്കൊക്കെ സെറ്റ് ചെയ്യുന്ന പോലെ ഇൻ്റർവ്യൂവിൽ. അപ്പം ഈ സംഭവം ഏതായാലും ഉപകാരപ്പെടുന്ന ഒരു സാധനമാണ്. കാരണം നമ്മൾ സാധാരണ AC വെൻറ്റിൽ അല്ലെങ്കിൽ ഇപ്പോൾ കാറിലിങ്ങനെ പ്ലഗ് ചെയ്ത് വെക്കുന്ന സംഭവമൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ റൂമിൽ സാധാരണ നമ്മൾ കൊതുകുതിരി എല്ലാം കുത്തി വെക്കുന്ന പോലത്തെ എയർ ഫ്രഷ്നേഴ്സ് ഉണ്ട്. പക്ഷേ അത് 24 മണിക്കൂറും കുത്തിയിടുന്നതിനേക്കാളും എഫക്റ്റീവാണ് എനിക്ക് തോന്നുന്നത് ഇതാണ്. കാരണം കുറച്ചും കൂടെ സ്പ്രേ ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടെ വേപ്പേഴ്സ് കുറച്ചും കൂടെ നമ്മുടെ അറ്റ്മോസ്ഫിയറിലേക്ക് കുറച്ചും കൂടെ ഡൈല്യൂട്ടായി പോകുമെന്ന് തോന്നുന്നു. അപ്പോൾ ഏതായാലും സംഭവം കൊള്ളാം. നമുക്ക് ഏതായാലും ബാറ്ററി മാത്രം ഒന്നിട്ടിട്ട് ഈ സംഭവം ഇങ്ങനെ പ്രവർത്തിക്കുന്നത് നോക്കാം അല്ലേ. ഇതിപ്പോൾ ഞാൻ ബാറ്ററി ഇട്ടു, ഇത് അനങ്ങുന്നുണ്ടോ, നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. സാധനം അനങ്ങുന്നില്ലല്ലോ. അതിൻ്റെ ഉള്ളിൽ ഇത് കണ്ടോ, അതായത് എൻ്റെ ഗിയർ പോലത്തെ ഒരു സംഭവം. ഇത് ഏറ്റവും കുറച്ചിട്ടാണോ? ഇത് ഏറ്റവും കുറച്ചിട്ടുള്ളത്. ഓക്കെ ഇനി നോക്കാം. സ്പ്രേ ചെയ്യേണ്ട സമയമായി. അപ്പോൾ അതിൻ്റെ മൂവ്മെൻറ്റ് നമുക്ക് നോക്കാം. ഹലോ, കണ്ട ഇത്രയേ ഉള്ളൂ സംഭവം. ഈ ഒരൊറ്റ സംഭവമാണ് ഇതവർ ഇത്ര പൈസയൊക്കെ വെക്കുന്നത്. എന്തായാലും ഇവിടെ നമുക്ക് നോക്കാം. അനങ്ങുമോനെ. ഇതിപ്പോൾ സ്പ്രേൻ്റെ ഏറ്റവും ഹൈ ഇട്ട് കഴിഞ്ഞാൽ മിക്കവാറും 70 ദിവസമല്ല 10 ദിവസം കൊണ്ട് സാധനം തീരുന്നു തോന്നുന്നു. പോയാ സാധനം അടിച്ചു പോയാ? മോനെ എണീക്ക് മോനെ. അടുത്ത ഇൻ്റർവ്യൂവിൽ ആവാൻ വേണ്ടി കുറേ സമയം എടുക്കുന്നുണ്ട്. ഏതായാലും നമുക്ക് നോക്കാം. കണ്ട സംഭവം ഇത്രയേ ഉള്ളൂ. നമുക്ക് ഏതായാലും ഇത് ഓൺലൈനിൽ എത്ര പ്രൈസ് ഉണ്ടെന്ന് നോക്കാം അല്ലേ. ഏതായാലും നമുക്ക് ആമസോണിൽ ഇനി എത്ര പ്രൈസ് എന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുത്ത് നോക്കാം. എയർവിക്ക് ഓട്ടോമാറ്റിക് സ്പ്രേയർ. ഇപ്പോൾ സംഭവമുണ്ട്,
ഇത്ര പ്രൈസ് നോക്കട്ടെ. അപ്പോൾ ഇതിൻ്റെ സ്പ്രേ മാത്രമാണ്. ഇതിപ്പോൾ 250 ml വാനില ഫ്ലേവറുള്ള സാധനമാണ്. നോക്കട്ടെ, കണ്ടില്ലേ, 529 രൂപയാണ് ഇതിൻ്റെ വില. 529 രൂപയ്ക്ക് കുറച്ച് പ്രൈസ് അധികമാണെന്ന് പറയാം. പക്ഷേ ഞാനിപ്പം ഇവിടുന്ന് ദുബായിൽ നിന്നാണ് വാങ്ങിയത്. അപ്പോൾ ദുബായിൽ എനിക്ക് ചെറിയ പൈസക്ക് തന്നെ ഇത് കിട്ടി. ഇപ്പം നാട്ടിൽ ഇതുപോലെ കിട്ടുവാണെങ്കിൽ നല്ലതായിരുന്നു. നമുക്കിതിൻ്റെ ഫീച്ചേഴ്സ് ഒന്ന് വായിച്ചു നോക്കാം. അപ് ടു 2500 ഫ്രാഗ്രൻസ് പ്രൈസ് ഫോർ റീഫിൽ എന്നാണ് എഴുതിയിട്ടുള്ളത്. അതായത് 2600 സ്പ്രേസാണ് ഒരു റീഫിലിനുള്ളത്. അതുപോലെ തന്നെ റീഫിൽ 70 ഡേയ്സ് ലാസ്റ്റ് ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട്. അണ്ടർ ലാബ് ടെസ്റ്റ് കണ്ടീഷനിലൊക്കെയാണ് പറയുന്നത്. അതുപോലെ തന്നെ അൺപ്ലസൻറ്റ് ഓഡേഴ്സ്, അതുപോലെ ഫ്രഷ്നെസ് എപ്പോഴും നിലനിർത്തുമെന്ന് പറയുന്നുണ്ട്. ഇതിപ്പം ഓപ്പറേറ്റഡ് ഇൻ 3 ഫ്രാഗ്രൻസ് അതിപ്പോൾ നേരത്തെ കണ്ട ഇൻറ്റൻസിറ്റി ഇല്ലേ, ഹൈ, മീഡിയം, ലോയിൽ നമുക്ക് ഇതാക്കാം. ഇനിയിപ്പോൾ നമ്മുടെ ഇതിൻ്റെ ഒന്ന് പ്രൊഡക്റ്റ് ഡിസ്ക്രിപ്ഷൻ ഒന്ന് വായിച്ചു നോക്കാം. അപ്പോൾ ഗെറ്റ് റെഡി ടു ഫ്രഷൻ അപ്പ് ഹോം വിത്ത് എയർവിക് സ്പ്രേ. അപ്പോൾ ഇതിൻ്റെ കിറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഓട്ടോമാറ്റിക് സ്പ്രേയും അതുപോലെ തന്നെ റീഫിലും ഇതൊക്കെയാണ്. അതുപോലെ തന്നെ ഒരു ബാറ്ററി ഉണ്ടാവും. അതുപോലെ തന്നെ ഇത് ബാത്റൂമിൽ ഉപയോഗിക്കാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബാത്റൂമിൽ സ്പ്രേ ചെയ്യണമെങ്കിൽ ഇത് എനിക്ക് തോന്നുന്നു ഇത് ഭയങ്കര ഉപകാരപ്പെട്ട സാധനം തന്നെ. ഏതായാലും കണ്ടോ, ഇതിൻ്റെ ഇൻസ്ട്രക്ഷൻ എഴുതിയിട്ടുണ്ട്. ഞാനിതിൻ്റെ പ്രൊമോഷൻ ചെയ്യുന്നില്ല കേട്ടോ. പക്ഷേ ഇതെനിക്കേതായാലും സംഭവം ഇഷ്ടപ്പെട്ടു. കാരണം സംഭവം സിമ്പിൾ സാധനമാണ്, എന്നാൽ എന്താ പറയുക, വളരെ ഉപകാരമുള്ള സാധനം ഉണ്ടാകും. അതായത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് എന്ത് ചെയ്യണ്ട, നമ്മൾ സ്പ്രേ ചെയ്യുക അങ്ങനെയൊന്നും വേണ്ട. അപ്പോൾ നമ്മളെ സ്പ്രേ ബോട്ടിൽ എങ്ങനെ ഫങ്ഷൻ ചെയ്യുന്ന എല്ലാവർക്കും അറിയാമല്ലോ. വേപ്പറൈസ്ഡ് ആയിട്ടുള്ള ഒരു സ്പ്രേ ബോട്ടിൽ നമ്മുടെ ഒരു എന്താ പറയുക പ്രഷറിൻ്റെ ഇതുപോലെ മുകളിലേക്ക് വന്നിട്ട് ഇതിപ്പോൾ ഇവിടുത്തെ സ്പ്രേൻ്റെ നോസിലിൻ്റെ ഇതനുസരിച്ച് അതിങ്ങനെ ഡ്രോപ്ലെറ്റ്സ് ആയിട്ട് സ്പ്രേ ചെയ്യുന്നത്. അതാണ് ഇതിൻ്റെ മെയിൻ ഫങ്ഷൻ ഒരു സ്പ്രേ ബോട്ടിലിൽ. അത് കുറച്ചും കൂടെ എന്താ അഡ്വാൻസ്ഡ് ആയിട്ട് ചെയ്തു എന്നേ ഉള്ളൂ. ഏതായാലും സംഭവം കൊള്ളാം. റൂമിന് അത്യാവശ്യം നല്ല ഫ്രഷ്നെസ്സൊക്കെ തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഏതായാലും ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ ഏതായാലും ലൈക്ക് ചെയ്യുക. ഇപ്പം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.